പ്രിയപ്പെട്ടവരെ, കുറഞ്ഞ സമയം ഒരു ഉസ്താദിനെ തല്ലുന്ന വീഡിയോ ആ ഉസ്താദ് തന്നെ അയച്ചു തന്നതാണ്. അപ്പോൾ അത് പ്രേക്ഷകരെ കാണിക്കാമെന്ന് കരുതി. വളരെ സങ്കടകരമായിട്ടാണ് ഉസ്താദ് എന്നോട് ആ വിഷയങ്ങൾ വിവരിച്ചത്. അപ്പോൾ ആ വീഡിയോ ഒന്ന് കണ്ടോ. ഓക്കെ. നേരെ ഞാൻ ഷൗക്കത്തിന് വിട്ടുകൊടുത്തു. ഞാനിവിടെ കയറി വന്നത് ഇയാളെ വിളിച്ചിട്ട് അവിടെ കയറി വന്നത് ചോദിച്ചോക്കെ അയാളോട്. പിന്നെന്താ 10-13 ഫോൺ നോക്കുന്നത്? നിങ്ങൾ ഫോൺ നോക്ക്. മുനീർ അങ്ങനെ എവിടെയും ഓടി വരുന്ന ആളൊന്നല്ല. ഈ ആ വർത്താനം എന്നോട് പറയണ്ട, മനസ്സിലായില്ലേ? ഞാൻ 10-13 ഇവിടെ കയറി വന്നിട്ട് ഇയാളെ വിളിച്ചു. നോക്കി നിങ്ങൾ ഇത് നോക്കണോ? ഞാനാണോ തെറ്റുകാരൻ അല്ലെങ്കിൽ ഇവിടെ വേറുള്ളവരാണോ തെറ്റുകാരൻ പറയണോ? നിങ്ങൾ വീഡിയോ പിടിച്ചോളി. വീഡിയോ എന്നോട് ചോദിക്കാതെ വീഡിയോ പിടിക്കാം. വീഡിയോ പിടിക്കാം. ആ ഉസ്താദിനെ തല്ലി ആ മൊബൈൽ പോയി. പിന്നെ ഉസ്താദിന് പരിക്ക് പറ്റി. ഞാൻ ഇന്നലെ ഈ വാർത്ത കണ്ടിരുന്നു. ആ ഉസ്താദ് തന്നെയാണ് എനിക്ക് വിളിച്ചത്. അദ്ദേഹത്തിൻ്റെ പേര് ഇന്ന് ഉച്ചയ്ക്ക് വിളിച്ചതാ. ജാഫർ ദാരിമി വാഗേരി. ഷിഹാബ് തങ്ങൾ ഇസ്ലാമിക് അക്കാദമിയിലാണ് അദ്ദേഹം ജോലി ചെയ്യുന്നത്. മർദ്ദിക്കുന്ന ആളിൻ്റെ പേരാണ് CP മുനീർ. അദ്ദേഹം മുസ്ലിം ലീഗിൻ്റെ അവിടുത്തെ മണ്ഡലം സെക്രട്ടറിയാണ് ഈ തല്ലുന്ന ആൾ എന്ന് പറയുന്നത്. അപ്പോൾ എന്താ ഈ വിഷയം എന്ന് ചോദിച്ചപ്പോൾ ഇത് കേസൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിനെ പറ്റിയൊരു വാർത്ത ഇന്നലെ കണ്ടിരുന്നു. അപ്പോൾ നമ്മൾ കുറേ വാർത്തകൾ വരുന്ന കൂട്ടത്തിൽ ഒരു വാർത്ത എന്നുള്ള നിലക്ക് അതങ്ങനെ വായിച്ചു. പക്ഷെ ആ വ്യക്തി തന്നെ, ആ ഉസ്താദ് തന്നെ വിളിച്ചിട്ട് ഈ വീഡിയോ കാണിച്ചു തന്നപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്ക്. തിരിച്ചതല്ലാത്ത ഉസ്താദ്മാർ എന്താ വീഡിയോ എടുത്തു എന്നാണ് പറയുന്നത്. അതായത് ഒരു ഓഫീസിൽ വന്നിങ്ങാണ്ട് ഒച്ചയും വിളി ഉണ്ടാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും തെളിവിന് വേണ്ടി വീഡിയോ എടുക്കുമല്ലോ. ആ വീഡിയോ എടുത്തതിൻ്റെ പേരിൽ എന്നോട് ചോദിക്കാതെ എന്തിനാണ് വീഡിയോ എടുക്കുന്നത്? ഒരാളോട് ചോദിക്കൊന്നും വേണ്ട വീഡിയോ എടുക്കാം. ഒരു സ്ഥാപനത്തിലേക്ക് കയറി വന്ന് ഇങ്ങനെ ബഹളം ഉണ്ടാക്കുമ്പോൾ അയാളോട് ചോദിച്ചിട്ട് ആ വീഡിയോ എടുക്കുക. എന്നിട്ട് ആ ഉസ്താദിനെ മർദ്ദിച്ചു, ഉസ്താദിനെ അഡ്മിറ്റാക്കി. ഞാൻ വായിക്കാം. വാഗേരി ശിഹാബ് തങ്ങൾ അക്കാദമിയിൽ അതിക്രമിച്ചു കയറി ജീവനക്കാരനെ മധ്യവയസ്കൻ മർദ്ദിച്ചതായി പരാതി. SKSSF സുൽത്താൻ ബത്തേരി താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വാഗേരി പ്രവർത്തിക്കുന്ന അക്കാദമിയുടെ ഓഫീസിൽ അതിക്രമിച്ചു കയറിയാണ് മുസ്ലിം ലീഗ് മണ്ഡലം സെക്രട്ടറിയായ CP മുനീർ ജീവനക്കാരനും SKSSF മേഖലാ വൈസ് പ്രസിഡന്റുമായ ജാഫർ ദാരിമിയെ മർദ്ദിച്ചത്. അപ്പോൾ ഈ സമൂഹ മാധ്യമങ്ങളിൽ സ്ഥാപനത്തിനെതിരെയൊക്കെ വിവാദങ്ങൾ ഉണ്ടായപ്പോൾ അതിനെതിരെയൊക്കെ ഫേസ്ബുക്കിലൊക്കെ മറ്റു സോഷ്യൽ മീഡിയയിലൊക്കെ അതിനെ പ്രതിരോധിച്ചുകൊണ്ട് അവരുടെ സംഘടനയുടെ ആളുകളൊക്കെ പോസ്റ്ററൊക്കെ ഇട്ടിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ ആലോചിക്കണേ, ഇത് മുസ്ലിം ലീഗിൻ്റെ മണ്ഡലം സെക്രട്ടറി ആവുമ്പോൾ ശരിക്കും മുസ്ലിം ലീഗിന് ഇതിൽ ഉത്തരവാദിത്തമുണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും പറയും ലീഗൊക്കെ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ AP തമ്മിലുള്ള പല പ്രശ്നങ്ങൾക്കും ഇനിയൊക്കെ പല സംഗതികളും നമ്മൾ കേൾക്കും എന്നൊക്കെ നമ്മൾ വീഡിയോ കോളിൽ ഇരുന്നുകൊണ്ട് ഇങ്ങനെ സംസാരിക്കാറുണ്ട്. കാരണം മുൻകഴിഞ്ഞ കാലങ്ങളൊക്കെ നമുക്ക് അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് അറിയാം. അപ്പം എൻ്റെ നാട്ടിലൊക്കെ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഇങ്ങനെ ചെന്നിട്ട് സ്ഥാപനങ്ങളിൽ കയറിയിട്ട് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതൃത്വം എടുക്കണ പണി ആലോചിച്ച് നോക്കി അല്ലേ? നമുക്കൊക്കെ ഉണ്ട് ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടി. നിങ്ങൾക്ക് ആർക്കും പറ്റൂല അറിയാം, എന്നാലും പറയാണ്. ഞങ്ങളാരും പള്ളിക്ക് പോയി കണ്ട് ഈ പറഞ്ഞ പോലെ ഓല സിലബസ് മാറ്റാനും മറ്റൊരു ഇതാക്കാനും ഒന്നും നമ്മൾ നിൽക്കില്ല. നമ്മൾ പള്ളിയുമായി ബന്ധപ്പെട്ട് മഹല്ലുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ സഹകരിക്കും. എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടെങ്കിൽ പറയും. എന്തെങ്കിലും പൊരുത്തക്കേടുകളുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്നും സൂചിപ്പിക്കും എന്നല്ലാതെ ഈ പറഞ്ഞതുപോലെ തല്ലുക, അതേപോലെ തന്നെ അതിക്രമിച്ച് കയറുക എന്നൊക്കെ പറഞ്ഞാൽ അത് എന്തൊരു അവസ്ഥയാണ്. അപ്പോൾ ആ ഉസ്താദ് എന്താ അതൊക്കെ വെച്ചാൽ തിരിച്ചു കിട്ടൂല എന്നുള്ളൊരു കണ്ടീഷൻ ഉണ്ടായതുകൊണ്ടല്ലേ ആ പാവപ്പെട്ട അവിടെ ജോലിക്ക് നിൽക്കണേ എത്രയോ വർഷം കിതാബോധി പഠിച്ചിന ഉസ്താദുമാരെയൊക്കെ തല്ലുക എന്നുള്ളത് അല്ലേ? ആലോചിച്ച് നോക്കി. അതെന്തുകൊണ്ടാണ് നിങ്ങൾ തിരിച്ചിടുക? ഇതൊക്കെ ദുന്യാവിലെ ഇതൊക്കെ കുറച്ച് കാലമൊക്കെ ഇതൊക്കെ നേടുള്ളൂ. പടച്ചോൻ്റെ അടുത്ത് ഇതിനൊക്കെ സമാധാനം പറയേണ്ടി വരും എന്തായാലും. ഇപ്പോൾ തെറി വിളിച്ചാലും തച്ചാലും ഒക്കെ ആശയം ഉണ്ടെങ്കിൽ ആശയം കൊണ്ട് വിയോജിക്കാലോ. നമുക്ക് നമ്മളെ സ്റ്റാൻഡ് പറഞ്ഞ് പോരാലോ. നേരെ മറിച്ച് തല്ലാനും തെറി വിളിക്കാനും ഒക്കെ നിൽക്കുമ്പോൾ ഇവിടെയൊക്കെ നമുക്ക് ചിലപ്പോൾ അധികാരവും ആളും ബലമൊക്കെ കൊണ്ട് നമുക്ക് ഇവിടുന്നൊക്കെ നേടാൻ പറ്റും. നേരെ മറിച്ച് ഇതൊക്കെ ശ്വാസം, അതായത് ഉള്ളിക്കെടുത്ത ശ്വാസം പുറത്തേക്ക് വരാമെന്നാലും പുറത്തേക്ക് വിട്ട ശ്വാസം ഉള്ളിക്ക് പോകാമെന്നാലും കഴിഞ്ഞു കഥ, കാറ്റുപോയി. പിന്നെ ഉസ്താദുമാർ, ഈ പറഞ്ഞ തലയിൽ കെട്ടിയ ഉസ്താദുമാർ കൊണ്ടിങ്ങനെ വന്ന് വെക്കും. വീടിൻ്റെ മുറ്റത്ത് ഇങ്ങനെ ഇറക്കിയിട്ട് ഫാത്തിയൊക്കെ ഓതിങ്ങാണ്ട് ഉസ്താദ് പറയുന്നൊരു കാര്യമുണ്ട്. നിങ്ങൾ വാക്കുകൾ കൊണ്ടോ മറ്റോ ഒരാളെ നിങ്ങൾ വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, അതായത് തെറി വിളിക്കുക, ആശയം പ്രചരിപ്പിക്കല്ല, ആശയം പ്രചരിപ്പിക്കുക, നമുക്ക് തെറി വിളിക്കാൻ പാടില്ല, ആശയം നമുക്ക് പറയാം. ഇപ്പം എൻ്റെ പ്രത്യയശാസ്ത്രം ഞാൻ മാന്യമായി ആശയപരമായി അവതരിപ്പിക്കണതിനെ നമ്മൾ പേടിക്കണ്ട. ചരിത്രങ്ങളിൽ എല്ലാവരും ആശയപരമായ കാര്യങ്ങൾ മുന്നോട്ട് വെച്ച് പോയതാണ്. എന്നാൽ ഈ അടിച്ചതും ഈ പറയുന്ന തെറിവിളിയൊക്കെ എങ്ങനെയാണ് ഇതൊക്കെ നമ്മൾ പൊറുക്കലിനെ എവിടെയാണ് ഇതൊക്കെ കൊണ്ടുപോയി വെക്കുക? ആലോചിച്ച് നോക്കി. എല്ലാം വിടും.
അപ്പോൾ ഇതേ ഉസ്താദുമാർ വന്നുങ്ങാണ്ട് തന്നെയാണ് ഈ പറഞ്ഞ പോലെ ഇതിനൊക്കെ നമ്മളൊക്കെ ഇങ്ങനെ ആയിക്കഴിഞ്ഞാലൊക്കെ നമ്മളെ മതപരമായ കാര്യങ്ങളിലൊക്കെ കൊണ്ടുപോവുക. കാര്യകാരണങ്ങൾ എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടാകുമ്പോൾ ഒന്ന് ഫോണിൽ വീഡിയോ പകർത്തി എന്നൊക്കെ പറഞ്ഞൊരു ഉസ്താദിനെ തച്ചപ്പോൾ എന്നിട്ട് അദ്ദേഹം എന്നെ വിളിച്ച് കുറേ നേരം സംസാരിച്ചു. എവിടുന്നോ നമ്പർ കിട്ടിയതാണ്. അപ്പോൾ എനിക്ക് ആ വീഡിയോ അയച്ചു തന്നപ്പോൾ വളരെയധികം വിഷമം തോന്നി. കാരണം ആ സ്ഥാപനത്തിലെ ജീവനക്കാരനാണ്. ഏതായാലും ഇതൊക്കെ ഇനി തുടർക്കഥകളായി മാറാൻ ചിലപ്പോൾ സാധ്യതകളുണ്ട്. കാരണം അധികാരങ്ങളിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ആരെ മേത്തക്കും എടുത്തുങ്ങാണ്ട് എന്തും പ്രയോഗിക്കാമല്ലോ. കാരണം അധികാരവും മറ്റുമൊക്കെ അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ആശയങ്ങൾ പറയുന്ന സ്വന്തം പ്രസ്ഥാനത്തിന് വേണ്ടി ശബ്ദിക്കുന്ന ഉസ്താദുമാരൊക്കെ നിങ്ങളൊക്കെ കരുതിയിരുന്നോളി. ഇതൊക്കെ ചിലപ്പോൾ പല ഉസ്താദുമാർക്കൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. നിർത്തുന്നു. വളരെ സങ്കടമുണ്ട്. നിർത്തുന്നു.